ഹായ് ഗായ്സ്, വെൽക്കം ടു ഷിൽപാസ് ജേർണി. ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കേട്ടോ. കഴിഞ്ഞ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഞങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ എല്ലാവരും ഓർക്കുന്നത്. സോ ഇന്ന് ഞാൻ ജസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതുണ്ടായിരുന്നുള്ളൂ. ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ അവൾ പറഞ്ഞു, എന്താ നമുക്ക് എവിടെയെങ്കിലും പോയാലോ, ഒന്ന് നാളെയും കൂടി നിനക്ക് ഓഫറില്ലേ എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ ഓർത്ത് ഒന്ന് എവിടെയെങ്കിലും ഒക്കെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബസ്സും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഇരിപ്പാണ് നിങ്ങൾ കാണുന്നത്. ബസ് വന്നു, ബസ്സിൽ ഇരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ്. ഞങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ല, എവിടെയാ പോകുന്നതെന്ന് തീരുമാനിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് എവിടെയാ പോകേണ്ടതെന്നും ഒക്കെ ഡിസ്കസ് ചെയ്യുവാണ്. അപ്പോഴാണ് ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടിയത്. ഒത്തിരി നാളായിട്ട് പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓർത്തു വന്നാൽ അവിടെ തന്നെ പോയേക്കാൻ ഓർത്തു. അപ്പം ഗൂഗിളിലൊക്കെ നോക്കി വലിയൊരു പണിയാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. സോ ഞങ്ങൾ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങി, പിന്നെ ട്രാമിൽ കൂടി പോകാന്ന് വിചാരിച്ചു. അങ്ങനെ ട്രാം സ്റ്റേഷൻ തപ്പി ഇറങ്ങിയതാണ് നിങ്ങൾ കാണുന്നത്. അവിടെയും പോയി, അവിടെ ചെന്ന് കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്ത് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നത് കൊണ്ട് അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു കുറച്ചു നേരം. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അങ്ങനെ ട്രാം വന്നു ഗായ്സ്. ഞങ്ങളിനി ഇവിടുന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് റോസ്റ്റൈൽ. ഇവിടുന്ന് ട്രാമിൽ ഒരു 2 hours ജേർണി ഉണ്ട്. നമ്മൾ ടാക്സിക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു 40 minutes ഒക്കെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒത്തിരി നാളായിട്ട് അവിടെ പോകണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഓർത്ത് അവിടെ തന്നെ പോയേക്കാന്ന്. അങ്ങനെ ട്രാം വന്നു, ഞങ്ങൾ ട്രാമിൽ കയറി. നീ അവിടെ ചെന്നിട്ട് കാണാട്ടോ. അങ്ങനെ സംസാരിച്ചും ഇരുന്നും ട്രാമിൽ കിടന്ന് ഉറങ്ങിയൊക്കെ അവസാനം നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലമാണ് റോസ്റ്റൈൽ ഹെലിഡൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇവിടുത്തെ കുഞ്ഞു വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരും. ഈ പ്രകൃതി സ്നേഹികളായ ആർക്കും തന്നെ ഇവിടെ ഒരു തവണ വരാൻ തോന്നും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മരങ്ങളുടെ ഇടയ്ക്ക് ആ കാടിനുള്ളിലൂടെയുള്ള ആ ഒരു നടപ്പും. അതൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പോലും കണ്ടില്ലെന്നുള്ളതാണ് പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇവിടെ തോന്നിയത്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഗൈസ്. അത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. അതറിഞ്ഞപ്പോഴാണ് ഒന്നുകൂടി എനിക്ക് ഇവിടെ കാണാനും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ തോന്നിയത്. അതെ ഗൈസ്, 2ാം വേൾഡ് വാറിൽ ബോംബ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിച്ചിരുന്ന ഒരു ഫാക്ടറി ഇവിടെയും ഉണ്ടായിരുന്നു. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വന്നത് ഏറ്റവും നല്ല സമയമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷോപ്പുകളും അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെ, ഇന്ന് ഇവിടുത്തെ വർക്കിംഗ് ഡേ അല്ലായിരുന്നു. ഇവിടുത്തെ സാധാരണ വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, സൺഡേ ആണ്. അതിലും അവർക്ക് കുറച്ച് ടൈമിങ്സ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പോകുന്നവരാണെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടെ പോവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് പച്ചവെള്ളം പോലും കിട്ടത്തില്ല ഗൈസ്.
ശരിക്കും ഇതിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു അടിപൊളി വ്യൂ മിസ്സാകുമായിരുന്നു കാശ്. ഇവിടെ ബോംബ് ഫാക്ടറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. ശരിക്കുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് മിക്ക സ്ഥലങ്ങളും ഒന്നും കണ്ടില്ല. ഞങ്ങൾ ശരിക്കും ഒരു ഐഡിയ ഇല്ലാതെയാണ് ഇങ്ങോട്ട് വന്നത്. എങ്ങനെ ഇവിടെ വരണ്ടേന്ന് പോലും അറിയാതെയാണ് ഇങ്ങോട്ട് വന്നത്. സോ ഇന്ന് ആൾക്കാരും കുറവായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സ്ഥലത്തേക്കൊന്നും ഉള്ളിലേക്കൊന്നും പോയില്ല. നോർമലി ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ളത് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. സോ UK-യിലുള്ള ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ദിവസം വരാൻ ശ്രമിക്കുക. ഓൾമോസ്റ്റ് എല്ലാ പ്ലേസും തന്നെ അടിപൊളിയായിരുന്നു.